ശബരിമല വിശേഷങ്ങളിലേക്ക് പോകാം. മകരസംക്രമ സന്ധ്യയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തുടങ്ങി. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ഭക്തരാണ് അണിചേരുന്നത്. CK അഭിലാൽ കാര്യങ്ങൾ പറയും. 3 പേടകങ്ങൾ കല്ലും മുള്ളും കാനനപാതകളും താണ്ടി 3 നാൾ നീളുന്ന ഘോഷയാത്ര കൃത്യം 1 മണിക്കാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചത്. മരുതവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള 26 അംഗ സംഘമാണ് പേടക വാഹകരായിട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ PN നാരായണവർമ്മയാണ് ഇതിന്റെ നേതൃസ്ഥാനത്തുള്ളത്. അദ്ദേഹത്തെ പല്ലക്കിൽ വഹിക്കുന്നതിനായി മറ്റ് 12 പേർ കൂടിയുണ്ട്. ആദ്യത്തെ സ്വീകരണം മണികണ്ഠൻ ആൽത്തറയിലായിരുന്നു. വിവിധയിടങ്ങളിലെ ക്ഷേത്രങ്ങളിലെയും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി 9:30 ഘോഷയാത്ര അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലെത്തും. അവിടെ വിശ്രമിക്കും. തൊട്ടടുത്ത ദിവസം പുലർച്ചെ 2 മണിക്കാണ് ഘോഷയാത്ര പുനരാരംഭിക്കുന്നത്. അങ്ങനെ വിവിധയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന ഘോഷയാത്ര 2-ാം ദിവസം രാത്രി 10 മണിയോടുകൂടി ലാഹ വനം വകുപ്പ് സത്രത്തിൽ എത്തി വിശ്രമിക്കും. 3-ാം ദിവസം പുലർച്ചെ അവിടെ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് സന്നിധാനത്ത് എത്തിച്ചേരുക. ഘോഷയാത്ര കടന്നുപോകുന്ന മേഖലകളൊക്കെ തന്നെ സ്വീകരിക്കുന്നതിനും കണ്ട് അനുഗ്രഹം തേടുന്നതിനുമായി ഒക്കെ ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 3 പേടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേടകം ശബരിമല ധർമ്മശാസ്താവിന് അണിയാനുള്ള മുഖമണ്ഡലം അടക്കമുള്ള ആഭരണങ്ങളാണ്. 2-ാമത്തെ പെട്ടിയിൽ ശബരിമലയിലെ വിവിധ പൂജകൾക്കുള്ള പാത്രങ്ങളാണ്. 3-ാമത്തെ പെട്ടി എന്നുള്ളത് ശബരിമലയിലേക്കുള്ള കൊടിക്കൂറകളും അതുമായി അനുബന്ധപ്പെട്ട വസ്തുക്കളുമൊക്കെ തന്നെയാണ്. നിരവധി ആളുകൾ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള തീർത്ഥാടകരടക്കമുള്ള ആളുകൾ ക്ഷേത്രത്തിൽ എത്തി തിരുവാഭരണ പേടകങ്ങൾ കണ്ട് അനുഗ്രഹം തേടുന്നതിനും കാണിക്ക അർപ്പിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ പന്തളം മേഖല ആകെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കപ്പെട്ടിരുന്നു.